നമ്മുടെ കേരളത്തിലെ ഏത് ചെറിയ തെരഞ്ഞെടുപ്പുകൾ പോലും നമുക്ക് വലിയ വാർത്തയാണ്. നമ്മൾ സാഗൂതം കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന സ്ഥലമാണ്. അതിനിടയിലാണ് 3 ബൈ ഇലക്ഷൻ കഴിഞ്ഞത്. വയനാട്, ചേലക്കര, പാലക്കാട് 3 സ്ഥലങ്ങളിലെ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് നാളെയാണ്. അപ്പോൾ 3 പോളിംഗ് ശതമാനം കുറഞ്ഞു. വയനാട് നന്നായി കുറഞ്ഞു, ചേലക്കരയും കുറഞ്ഞു, പാലക്കാടും വലിയ വീറും വാശിയും നിറഞ്ഞ പ്രചരണത്തിൻ്റെ ശതമാനമൊക്കെ എത്തിയോ ചോദിച്ചാൽ ശതമാനം എത്തിയിട്ടില്ല. അപ്പോൾ അതിൽ ആശങ്കയിലാണ് മുന്നണികൾ. എന്നാൽ മുന്നണികൾക്ക് പ്രതീക്ഷയുമുണ്ട്. നമ്മൾ 3 കൂട്ടരെ വിളിച്ച് ചോദിക്കുമ്പോഴും അവർ 3 പേരും സൂപ്പർ കോൺഫിഡൻ്റ് ആണ് ജയിക്കുമെന്ന കാര്യത്തിൽ. 3 പേരും ഒരേപോലെ സൂപ്പർ കോൺഫിഡൻ്റ് ആണ്. ജനാധിപത്യത്തിൽ അത് സാധ്യമല്ല. ആര് വാഴും ആര് വീഴും എന്ന ചോദ്യം സജീവമാവുന്ന ദിവസമാണ്. ഇന്നുകൂടി അത് സജീവമാവുകയുള്ളൂ അല്ലേ? പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറുണ്ട്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത് കുറെ ദിവസമായി പാലക്കാടുണ്ട്. ശ്രീജിത്തിന്റെ നാട് കൂടെയാണ്. അപ്പോൾ പാലക്കാടിന്റെ ഒരു പൾസ് പെട്ടി പൊട്ടിക്കുമ്പോൾ ആര് കരയുമെന്നാണ് ഒരു പ്രതീക്ഷ. എല്ലാ മുന്നണികളും പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഡോക്ടർ പി സരിൻ 50,000 വോട്ടിന്റെ കണക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അവിടുത്തെ ഒരു പൾസ് ഇപ്പോൾ. ഹാഷ്മി, ക്രിസ്റ്റീന, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും കൽപ്പാത്തിയിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. വലിയ തോതിൽ രഥോത്സവമൊക്കെ കഴിഞ്ഞ് വലിയ വൈബ് പിടിച്ച് നിൽക്കുമ്പോൾ ഇലക്ഷനും കൽപ്പാത്തി രഥോത്സവവും എന്തായാലും വലിയ വൈബ് തന്നെയായിരുന്നു ഈ ദിവസങ്ങൾ. 10-25 ദിവസങ്ങളായി വലിയ വൈബിൽ തന്നെയാണ് ഞാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ടീം ഉള്ളത്. എന്തായാലും ഇലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസം പറയുന്നുണ്ട്. ഡോക്ടർ പി സരിൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 50,000-ലധികം വോട്ടിൻ്റെ കണക്ക് പറയുന്നുണ്ട്. CPM അതൊരു 48,000-ൻ്റെ കണക്കിൽ CPM നിൽക്കുന്നുണ്ട്. 50,000-ലധികം വരുന്ന വോട്ടിൻ്റെ ചില തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ഫോൺ വിളികൾ പലരും ഇപ്പോഴും ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ, സാധാരണ സ്ഥാനാർത്ഥികളെയൊക്കെ സ്വാഭാവികമായി വോട്ടെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എതിർചേരിയിൽ ഉണ്ടായിരുന്നവരൊന്നും അങ്ങനെ നേരിട്ട് ബന്ധപ്പെടില്ല, അല്ലെങ്കിൽ ഒളിച്ചും പാത്തും ഒക്കെ വോട്ട് ചെയ്ത ആളുകളൊന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾ ആരും തന്നെ ബന്ധപ്പെടാറില്ല. പക്ഷേ വീണ്ടും ആ വിളികൾ തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ചില പ്രധാനപ്പെട്ട പോക്കറ്റുകളിൽ നിന്ന്, നേതാക്കളിൽ നിന്ന് ഒക്കെ വിളി വരുന്നുണ്ട്. അപ്പോൾ അതായത് ഉറപ്പിച്ച മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവും C കൃഷ്ണകുമാറും പങ്കുവെക്കുന്ന പ്രതീക്ഷകൾക്കും കണക്കുകൾക്കും ഒക്കെ കൃത്യമായ ചില കണക്കുകളും അവർക്ക് പറയാനുണ്ട്. കോൺഗ്രസിൻ്റെ കണക്കാകട്ടെ അത് ഭയങ്കര രസകരമായിട്ടുള്ള കണക്കാണ്. പാലക്കാട് നഗരസഭ BJP എന്നും ലീഡ് ചെയ്യുന്ന പാലക്കാട് നഗരസഭ 2000 വോട്ടിന് ലീഡ് ചെയ്യും. മാത്തൂരും കണ്ണാടിയും ചെറിയ വ്യത്യാസത്തിന് CPM-മായി അവർ ലീഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രായിരിയിൽ കൃത്യമായ രീതിയിൽ 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഷാഫിക്ക് പോലും ഏതാണ്ട് 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത മേഖലയാണ്. ആ മേഖലയിൽ 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങൾ കനിഞ്ഞനുഗ്രഹിക്കും. സിറാജ്, സുപ്രഭാതം പത്രങ്ങളിലെ പരസ്യ വിവാദം ഒക്കെ CPIM അല്ലെങ്കിൽ LDF തിരിച്ചടിയാകും എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഏതാണ്ട് ഒരു 5,000-നും 10,000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കടന്നു കയറാം എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. BJP ആകട്ടെ അവർ കൃത്യമായ രീതിയിലുള്ളൊരു കണക്ക് അവരും പറയുന്നുണ്ട്. അവർ പാലക്കാട് നഗരത്തിൽ ഒരു കാരണവശാലും ലീഡ് കുറയില്ല. അത് മെട്രോമാന് കിട്ടിയ ലീഡിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ലീഡ് വരും. കണ്ണാടിയിലും മാത്തൂരും 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും പ്രായിരിയിലും ചെറിയ വോട്ട് കുറയ്ക്കും. അവിടെ CPM കുറച്ച് വോട്ട് പിടിക്കുമെന്നാണ് അവരുടെ കണക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ BJP ഒരു കൃഷ്ണകുമാർ പറയുന്നത് ഒരു 5,000 വോട്ടിൻ്റെ കണക്കെന്നാണ്. പക്ഷേ 2,000-ൻ്റെയും 3,000-ൻ്റെയും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു എല്ലാവരും ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോളിംഗ് ശതമാനത്തെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. നമ്മൾ ആദ്യം വന്ന പ്രാഥമിക പോളിംഗ് ശതമാന പ്രകാരം നഗരമേഖലയിൽ പോളിംഗ് ശതമാനം കൂടുതലും, പഞ്ചായത്തുകളിൽ മാത്തൂരടക്കം കണ്ണാടി അടക്കം എല്ലാ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറയുകയുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ബൂത്ത് ലെവൽ കണക്കുണ്ട്. ഓരോ ബൂത്തിൽ നിന്നും അവരുടെ ഇലക്ഷൻ ഏജൻറ്റ് അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന വോട്ടെണ്ണലിന് കൊണ്ടുപോകുമ്പോൾ കൊടുക്കേണ്ട ആധികാരിക രേഖ എന്നൊക്കെ അവർ പറയുന്ന ആ കണക്ക് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിടുന്ന കണക്കിൽ പക്ഷേ നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറയുകയും മാത്തൂരടക്കമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയരുകയും ചെയ്യുന്നു എന്നതാണ് അവർ ഈ ബൂത്തിലെ കണക്കൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത്. അതിനകത്തൊരു പൊളിറ്റിക്കൽ മാർജിൻ ആ കണക്കിൽ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും അവർ പറയുന്നത് ആധികാരിക ഡേറ്റ അതുതന്നെയാണ്. അതല്ലാതെ ആദ്യഘട്ടത്തിൽ വന്ന കണക്കിനേക്കാൾ കുറച്ചുകൂടി ആധികാരികം അതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കണക്ക് എന്തായാലും ഇനിയിപ്പോൾ ആ കണക്ക് കൂട്ടലുകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ബാക്കി. ഇനിയിപ്പോൾ എത്ര മണിക്കൂർ ഉണ്ടാവുമായിരിക്കും എല്ലാം കൂടെ ചേർന്നിട്ടൊരു 10-23 മണിക്കൂർ ഉണ്ടാവും. അത്രയും സമയത്തിനുള്ളിൽ അടിയൊഴുക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചു എവിടെയൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേലക്കരയിലേക്ക് ഒന്ന് പോകുന്നു. ചേലക്കരയിലുള്ള സൂരജാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ചേലക്കരയിലും നല്ല രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോഴേക്കും നല്ല ഫൈറ്റിലേക്ക് എത്തി എന്ന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട്. ചേലക്കരയിൽ
ആർക്കാണ് ചങ്കിടിപ്പ്, ആർക്കാണ് ആശ്വാസം? സുരേഷ്. ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ചേലക്കരയെ സംബന്ധിച്ച് 13 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്ന 10 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്ന ഒരു മണ്ഡലമാണ്. കാരണം പാലക്കാട് ഈ വോട്ട് പെട്ടിയിലായിട്ട് 3 ദിവസം ആകുന്നതുള്ളൂ. 3 ദിവസം പെട്ടി പൊട്ടിക്കുകയാണ്. പക്ഷേ ചേലക്കരക്കാരെ സംബന്ധിച്ച് ഈ 10 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്ന ഒരിടമാണ്. പക്ഷേ ആകാംക്ഷ തെല്ലും കുറയുന്നില്ല. പാലക്കാട് എടുക്കുകയാണെങ്കിൽ വിവാദങ്ങളായിരുന്നു ചർച്ചയെങ്കിൽ ചേലക്കരയിലേക്ക് വരുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ചയായത്. അത് ചേലക്കരയുടെ വികസനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ 2-3 മുന്നണികളും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. LDFും UDFും ആകട്ടെ ജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. LDFിനെ സംബന്ധിച്ച് LDFിന്റെ ബൂത്ത് ലെവൽ കണക്കുകളിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന 18,000 വോട്ടിന്റെ ലീഡ് എന്നുള്ളതാണ്. പക്ഷേ 18,000 വോട്ട് എന്നുള്ളത് CPM കണക്ക് കൂട്ടുന്നില്ല. എന്നാൽ പോലും ഒരു 5,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറാൻ കഴിയും ഉള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. UDF ആകട്ടെ രമ്യ ഹരിദാസിലൂടെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ജനവികാരം ഇതെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. BJP ക്യാമ്പ് ആകട്ടെ 35,000-ലധികം വോട്ട് തങ്ങൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു മുന്നേറ്റമാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ എന്തായിരിക്കും ചേലക്കരയുടെ ട്രെൻഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വരവൂർ പഞ്ചായത്താണ് എണ്ണി തുടങ്ങുക. വരവൂർ പഞ്ചായത്ത് CPMനെ സംബന്ധിച്ച് അവരുടെ ഇടത് കോട്ടയാണ്. 4,000-ലധികം വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ K രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കുമ്പോൾ ലഭിച്ചത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 1,000-ലധികം വോട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ വരവൂർ പഞ്ചായത്തിൽ ഒരു 2,000 വോട്ട് LDF പിടിക്കുകയാണെങ്കിൽ അത് LDFിലേക്ക് അല്ലെങ്കിൽ ഇടത് കാറ്റാണ് ചേലക്കരയിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. മറിച്ചാണെങ്കിൽ അത് എന്തായിരിക്കും, അല്ലെങ്കിൽ UDFിന് അനുകൂലമായി മാറുമോ എന്നൊരു ചങ്കിടിപ്പേറ്റുന്ന നിമിഷമുണ്ട്. എന്തായാലും പെട്ടി പൊട്ടിക്കുമ്പോൾ ആ വിവരം പുറത്തുവിടാൻ, അല്ലെങ്കിൽ അതിന്റെ കാറ്റെങ്ങോടാണ് പുറത്തുവിടാൻ നമ്മളും തയ്യാറായി കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 14 ടേബിളുകളാണ് ഉള്ളത്. അതിൽ EVM വോട്ടും അതുപോലെ ചേലക്കരയിൽ ആർക്കായിരിക്കും ചേല് കൂടുതലെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തുണ്ട്. വയനാടിന്റെ മനസ്സറിഞ്ഞൊരു മനുഷ്യനാണ് സുർജിത്ത്. വെരി 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 ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനം എല്ലാ മുന്നണികൾക്കും ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ട്. വയനാടിന്റെ ചങ്കിടിപ്പ് ആരോടൊപ്പം ആയിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ആരിലാണ് ഈ മുന്നണികൾ ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഇത് ഒരു ചരിത്രം എന്ന് പറയുന്നത് 2009 മണ്ഡല രൂപീകരണത്തിന് ശേഷം എന്നും UDFിനൊപ്പം നിന്ന ചരിത്രമുള്ള മണ്ഡലമാണ്. അതിൽ ഒരു പക്ഷേ ഒരു ഘട്ടത്തിലെങ്കിലും ഒരു നേരിയ അളവിലെങ്കിലും ഒരു പ്രതീക്ഷാ നിർഭരമായ മത്സരം സംഘടിപ്പിച്ച 2014 തെരഞ്ഞെടുപ്പിലാണ്. അന്ന് മത്സരിച്ച രമേശ് ഷാനവാസിനെതിരെ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ് ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDFിന്റെ നേതാക്കളെ കാണുമ്പോഴെല്ലാം തന്നെ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം അവർ പറഞ്ഞിരുന്നത് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് വലിയ രീതിയിലുള്ള ആശങ്ക UDFിനെ സംബന്ധിച്ചും ഉണ്ട്. വലിയ രീതിയിലുള്ള ആശങ്കയാണുള്ളത്. 8% വോട്ടുകളുടെ കുറവാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ തവണ 10.5 ലക്ഷത്തിലധികം വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 9.5 ലക്ഷത്തിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് 1 ലക്ഷം വോട്ടുകളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ആരുടെ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. UDF അവകാശപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ബൂത്ത് തല കണക്കുകൾ അടക്കം പരിശോധിച്ചു. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്തു വന്നാലും 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് UDF അവകാശപ്പെടുന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അവർ അത് ബൂത്ത് തല കണക്കുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയുടെ ഭാഗമായ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മെജോറിറ്റി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഏറനാടും വണ്ടൂരും അതോടൊപ്പം തന്നെ നിലമ്പൂരും ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. അതേസമയം LDF പറയുന്നത് ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രതീതി പൊതുവെ ഉണ്ട്. സ്വാഭാവികമായും അതാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടാവാൻ കാരണം. ആളുകൾ ഒരു വിഭാഗം നിസ്സംഗത പാലിച്ചിട്ടുണ്ട്. ഈ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വോട്ടുകളല്ല, അതായത് LDFിന്റെ വോട്ടുകളല്ല. LDFിന്റെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള അവകാശവാദമാണ് LDFിനെ സംബന്ധിച്ചുള്ളത്. NDAയും സമാനമായ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ K സുരേന്ദ്രനിലൂടെ 1,41,000 ഇരട്ടിയോളം വോട്ടുകളുടെ ഒരു വർധന എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ബുള്ളറ്റിനുകളിലും ഞങ്ങളോടൊപ്പം ചേരുക. താങ്ക് യു സോ മച്ച് സുർജിത്ത് അയ്യപ്പത്ത്.